ജോയിച്ചൻ രാത്രി ഉറക്കത്തിൽ കിടന്ന് പറഞ്ഞ എന്നാന്നറിയോ? എന്നാ പറഞ്ഞു? മദാമേ, വാട്ട് ഈസ് യുവർ നെയിം, കം ഹിയർ, ഐ ലവ് യു എന്നൊക്കെയാ ജോയിച്ചൻ പറഞ്ഞത്. അതായിരുന്നു. അത് നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലടി എൻ്റെ ആൻസി. ഏതോ മാതാമ്മമാർ നടത്തുന്ന ആശുപത്രിയിൽ ഞാൻ ഭയങ്കര സൂക്കേടായിട്ട് കിടന്നൊന്ന് ദുസ്വപ്നം കണ്ട. ഏയ്, ഐ ലവ് യു എന്നൊന്നും ആയിരിക്കല്ല പറഞ്ഞത്, ഐ ഗിവ് യു എന്നായിരിക്കും. അതായത് ഈ വലിയ ബില്ല് വന്നപ്പോ ഉടനെ കൊടുത്തേക്കാം, പേടിക്കണ്ടെന്ന് പറഞ്ഞായിരിക്കും. ഓ അല്ല പിന്നെ. എന്റെ പൊന്നും കൂടെ അല്ലേ, നീ ഇത് ആരോടെങ്കിലും പറഞ്ഞ് എനിക്ക് നാണക്കേട് വരുത്തി വെക്കരുത് കേട്ടോ. അതെന്നാ ജോയിച്ച അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്റെ ജോയിച്ചിന് നാണക്കേട് വരുത്തുവോ? എന്നാലും പകരമായിട്ട് എനിക്ക് എന്നാ തരും? എന്നാ വേണേലും ജോയിച്ചനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, മറ്റത്തിൽ വക്കച്ചിന്റെ സ്വർണ്ണക്കടയിൽ ഞാൻ കണ്ടുവച്ചിട്ടുള്ള കല്ലുമാലയെ കുറിച്ച്. അത് വേണോ ആൻസി കൊച്ചേ? വേണമല്ലോ ജോയിച്ച, ഞാൻ എല്ലാരോടും പറയും എന്ത് നല്ല ഭർത്താവ് എന്റെ ജോയിച്ചനെന്ന്. കൊട്ടാരം പോലുള്ള എത്ര ഇനം കാറുകളാ റോഡിൽ കൂടെ അങ്ങനെ തലങ്ങും വിലങ്ങും ഓടി നടക്കുന്നത്. ഈ പാട്ട തൂക്കി വിറ്റേം വെച്ച് പുതിയ കാർ ഒരെണ്ണം മേടിക്കണ്ട ജോയിച്ച. ഇതും തള്ളിക്കൊണ്ടിങ്ങനെ നടക്കുന്നത് ജോയിച്ചന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നതല്ല. ഈ തറവാടിത്തോന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതൊന്നും വില കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടത്തില്ല. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലായി. എൻ്റെ ഇച്ചാച്ചൻ ആദ്യമായിട്ട് മേടിച്ച കാറാ, ഇപ്പോഴും ഒരു പോറൽ പോലും ഇല്ല. കൊല്ലം എത്രയുന്നാ, എന്നിട്ട് എന്നതാ എൻജിൻ നടക്കുന്നുണ്ടോന്ന് അറിയാൻ ചെവിയോർത്ത് നോക്കണം. ഇന്ന് വരെ ഒരു അനാവശ്യ ശബ്ദം ഈ എഞ്ചിനകത്ത് നിന്ന് കേട്ടിട്ടുണ്ടോ? ഇതിന്റെ വാലേ കെട്ടാൻ കൊള്ളത്തില്ല നീ പറയുന്ന കൊട്ടാരം പോലത്തെ കാറൊന്നും. എനക്കെന്നാടാ ഒരു ഞാൻ Today Chaco drop you. Chaco go drop. Papa's English, poor English. My English no grammar. അപ്പോൾ വൈകിട്ടോ പപ്പ? വൈകിട്ട് എങ്ങനെയാ വരുന്നേ? വൈകിട്ട് മോള് ബസ്സേ വന്നാൽ മതി. പിള്ളേർ ചെറുപ്പത്തിൽ എങ്ങനെ കാറേ മാത്രം കയറി പഠിക്കുന്നത്. വന്നട്ടെ. മൈസർ നിന്റെയൊക്കെ ആൻസി കൊച്ചേ. എന്നാ ഞാനും വേഗം റെഡി ആവട്ടെ, കടയിലോട്ട് പോകാനുള്ളതല്ലയോ. മതിയടാ മതി, പെട്ടെന്ന് വാ, നേരം പോയി. നീ പെണ്ണ് കാണാനൊന്നും പോവല്ലോ, കോടതിയിലോട്ട് തന്നെ അല്ലയോ പോകുന്നത്? അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എൻ്റെ ഇച്ചായോ. അറിയുന്നുണ്ട് ഞാൻ നിന്റെ ലീലാവിലാസങ്ങൾ. ബാ. ഇത് എവിടെ പോയി കിടക്കുന്നു? റെഡി ആയില്ലയോ ഇതുവരെ? ഞാൻ പറയുമ്പോ ആർക്കും വിശ്വാസമില്ല, പരദൂഷണാണ് പോലും. വേണ്ട പോന്നു ആലീസിന്റെ പുതിയ ആള്. സണിച്ചായ അകത്തോട്ട് പോയിട്ട് ഇച്ചിരി നേരമായി. എന്റെ കൊച്ചിറാണി, നീ അതൊന്ന് അടക്കി. ചേച്ചി താങ്ക് യു. പതിവ് പോലെ ഇന്ന് തന്നെ എടുത്തങ്ങ് വെച്ചേനെയാ. താങ്ക് യു. ഉച്ചയാകുമ്പോ പാത്രത്തിലുള്ളത് മുഴുവൻ എടുത്തങ്ങ് തിന്നേച്ചാ മതി. നല്ല ചേർച്ചയുണ്ടല്ലയോ ചേച്ചി? നിന്നല്ലയോ ദീനാമ്മ കണ്ട ഇപ്പൊ ഒരു മാലാഖ്യ പോലുണ്ട്. നല്ല ഭംഗിയുണ്ട്. ആകാശത്തിലെ പറവകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ സൂക്ഷിച്ചു വെക്കുന്നുമില്ല എന്നാണല്ലോ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മല പോലെ കൂടുന്നതല്ലാതോട്ട് കുറയുന്നില്ല. മദാമ്മയുടെ തനി സ്വരൂപം കാണാൻ പോയതിനെ 1.25 ലക്ഷം രൂപയാ പിഴ. ഇതാ ബില്ലുകളുടെ കൂട്ടത്തിൽ കുരുത്തം കിട്ടും. ചാക്കോ പണിക്ക് വിളിക്കാൻ വന്നപ്പോഴാ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയവരും ഞാൻ അറിയുന്നത്. എന്നാ പറഞ്ഞാലും എപ്പോഴും ഈ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത് തന്നെ ഒരു സന്തോഷമാ. ഈ ഇരിപ്പിങ്ങനെ ഇരിക്കുന്നതാ കുഞ്ഞരാമ എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മൾ ഓടിച്ചാടി നടക്കേണ്ട ഒരു കാര്യമില്ല, എല്ലാം താനേ അങ്ങ് നടന്നോളൂ. അത് നേരാ. എന്നാലും ഒരെന്നാലും ഇല്ല. നമ്മളെ പേടിച്ചിട്ടാന്നോ ചെടിയും മരവും കിഴങ്ങും ഒക്കെ വളരുന്നതും റബ്ബർ പാല് തരുന്നതും ഒക്കെ?
അതൊക്കെ താനേ അങ്ങ് നടക്കും. നമ്മളതങ്ങ് വിട്ടുകൊടുത്തേച്ചാ മതി. ഓരോന്ന് വിചാരിക്കുമ്പോ ഈ പറഞ്ഞതൊക്കെ തന്നെ അതിന്റെ ഒരു ശരി. ആ എന്നാ പറഞ്ഞാലും ഈ വെറുതെ ഇരിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണേ. എന്തായി കുഞ്ചരമ്മ പണി? ആകെ പൊളിഞ്ഞിരിക്കുക സാധനം. നല്ല പണിയുണ്ട്. കുറച്ച് തടിയോടൊക്കെ വേണ്ടി വരും. അതിനി അർത്ഥമുണ്ടാക്കണ്ടായോ? തൽക്കാലം ഗോവണി ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 2 ദിവസം കഴിഞ്ഞ് നമുക്ക് സൗകര്യം പോലെ പണി തുടങ്ങാം. എന്താ? കുഞ്ഞിരാമന്റെ തീരുമാനം അങ്ങനെ ആന്നേ പിന്നെ ഞാൻ എന്നെ പറയാനാ. കുഞ്ഞിരാമന്റെ ഇഷ്ടം പോലെയല്ലേ നടക്കത്തുള്ളൂ. എന്നാ പിന്നെ അങ്ങനെ 1000 രൂപയുടെ തന്നായിരുന്നെങ്കിൽ. അഡ്വാൻസ് ഒക്കെ നേരത്തെ കൈപ്പറ്റിയിട്ടുള്ളതാ കുഞ്ഞിരാമൻ. ഇനിയിപ്പോ പണി കഴിഞ്ഞിട്ട് തരുന്നതല്ലയോ അതിന്റെ ഒരു ശരി? ഇതിപ്പോ കടവായിട്ട് തന്നാ മതി. 2 ദിവസം കഴിഞ്ഞെടുക്കാം. ഇപ്പൊ പണിയൊക്കെ വളരെ കുറവാ. എന്നാ ഞങ്ങളങ്ങോട്ട് വാടി. പറഞ്ഞ ദിവസം തന്നെ പണം തിരിച്ചറിയാൻ മറക്കണ്ട കേട്ടോ കുഞ്ഞിരാമ. ആ പറയുന്ന കേട്ടില്ലയോ, ആശാരിമാർക്ക് പണി കുറവാന്ന്. ഒരാശാരിയെ കണ്ടു കിട്ടാൻ തന്നെ വലിയ പാടാ. അപ്പോഴാ പണിക്കും പോവത്തില്ല, കള്ളും കുടിച്ച് കറങ്ങി നടക്കുക കുഞ്ചിരാമൻ. തിങ്കളാഴ്ച വാങ്ങിച്ചതും അതിനു മുമ്പ് പല തവണകളായിട്ട് വാങ്ങിച്ചതും ഒന്നും ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. പോട്ടെന്റെ ചാക്കോയെ, നീ അതങ്ങ് ക്ഷമി. കുഞ്ഞിരാമൻ കാശ് വാങ്ങിച്ചത് കള്ളു കുടിക്കാനാണെന്നും അതിന് തിരിച്ചറിയാൻ പോകുന്നില്ലെന്നൊന്നും എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. നീ ആ ദാനധർമ്മത്തിന്റെ കണക്കിൽ ഇതുകൂടെ എഴുതിയിട്ടു. ദാനധർമ്മത്തെ പറ്റിയൊക്കെ എത്രയൊക്കെ ആ വേദപുസ്തകത്തിൽ പറയുന്നു. അല്ലെങ്കിൽ തന്നെ എപ്പോൾ വിളിച്ചാലും വരുന്നവനാ കുഞ്ഞിരാമൻ. നമുക്കത് മാത്രം ആലോചിച്ചാൽ പോരെ. ഇന്നത്തെ കാലത്ത് വിളിച്ചാൽ വരുന്ന ഒരു ആശാരിയെ കിട്ടുന്നത് തന്നെ മഹാഭാഗ്യമാണ്. അതേ വന്നല്ലോ, ഉച്ചയ്ക്ക് ഊണിന് മുമ്പുള്ള പതിവ് കോട്ട. അത് കൊള്ളാമല്ലോ. നേരെ ഇത്രയൊക്കെ ആയായിരുന്നു. അതുകൊണ്ടാ സാമൂലെ ഞാൻ നിന്നോട് പറയുന്നത്, നീ ഇനി മേലി കുടിക്കരുതെന്ന്. നീ എല്ലാ ന്യായീകരണങ്ങൾ പറഞ്ഞാലും അത് കർത്താവിന് എതിരാ കുഞ്ഞെ. അപ്പോൾ നീ ചോദിക്കും കർത്താവ് കുടിച്ചിട്ടില്ലേ അച്ചോന്ന്. അതാണല്ലോ നിന്റെ ഒരു രീതി. സത്യത്തിൽ നീ മദ്യത്തെ കുടിക്കുകയല്ലോ സാമൂലെ, മദ്യം നിന്നെ കുടിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ടോ നീ നാട്ടുകാരോട് വഴക്കുണ്ടാക്കുന്നു, അവരുടെ തല്ലുകൊള്ളുന്നു. ആ അരിശം തീർക്കാൻ നീ വീട്ടിൽ വന്ന് ഇവളെ തല്ലുന്നു, പിള്ളേരെ തല്ലുന്നു. മദ്യം സാമൂഹികവും കുടുംബപരവുമായൊരു തിന്മയാണെന്ന് നീ തിരിച്ചറിയണം. മനസ്സിലായോ സാമൂലെ? മനസ്സിലായച്ചു. എന്നാ നീ കർത്താവിന്റെ നാമത്തിൽ എന്നോട് സത്യം ചെയ്യോ, ഇനി നീ കുടിക്കില്ല എന്ന്. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ല എന്ന് സത്യവാചക ഏറ്റു പറ സാമൂലെ. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ല എന്ന് പറ. ഇനിമേൽ ഞാൻ മദ്യപിക്കുകയോ മദ്യപിച്ച് വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ല എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് സത്യം സത്യം സത്യം. ഇത് സത്യം സത്യം സത്യം. സണ്ണിച്ചാൻ ഗോവ പള്ളി പോയത് ഇപ്പൊ പണിയായത്. വിശേഷം എന്തെങ്കിലും ഉണ്ടോന്ന് എല്ലാവർക്കും അറിയണം. മറുപടി പറഞ്ഞ് ഞാൻ തോറ്റു. അവനവന്റെ കാര്യം നോക്കാൻ ഒരെണ്ണത്തിന് സമയമില്ല. അത് നേരെ. പേരുമുട്ടിലെ ശോശക്കുട്ടി എന്നോട് പറയുവാ, ഇതിപ്പോ കർത്താവ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ശുഷ്കാന്തി വേണമെന്ന്. ഇപ്പൊ തന്നെ ശുഷ്കാന്തി കുറച്ച് കൂടുതലാ. ഇനി അതങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ചത്തു പോത്തേ ഉള്ളു. സണ്ണിച്ചായ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലയോ. ചാവുന്നെങ്കി ചാവട്ടെ, ഇങ്ങോട്ട് വാ. അയ്യോ, എന്റെ ആൻസി, എനിക്കൊരു സംശയം. നീ സന്താന നിയന്ത്രണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് അച്ഛനോട് കുമ്പസാരിക്കാറുണ്ടോ? നാണല്ലേ ചോദിച്ചിന്? ഇതൊക്കെ തമ്പരാൻ അറിയാവുന്ന കാര്യമല്ലയോ? അച്ഛനോട് പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു. ഇനിയിപ്പോ 1 or 2 കൊച്ചുങ്ങൾ കൂടെ ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനെല്ലാത്തിനും റെഡിയാ. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. വേണ്ടെങ്കിൽ വേണ്ട. നീ അല്ലയോ ഇതുങ്ങളെ 10 മാസം ചുവന്ന് പിന്നെ തോളെ കയറ്റി തൊട്ടിലാട്ടി പാലും കുടിപ്പിച്ച് ഉറക്കൊളച്ച് താഴെ വീഴാതെ നോക്കി വളർത്തേണ്ടത്. ആലോചിച്ച് നോക്കി വേണ്ടപ്പോ പറഞ്ഞാ മതി. ഞാനിവിടെ തന്നെ ഉണ്ട്. എന്ന് ഞാൻ പറഞ്ഞു വരുന്നത് കുടുംബത്തെ കുറിച്ചാണ്. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് നമ്മുടെ എല്ലാം കുടുംബമാണ്. അതുകൊണ്ട് എല്ലാം നമ്മൾ കുടുംബത്തിൽ നിന്ന് തന്നെ ആരംഭിക്കണം. കുടുംബത്തിന്റെ ഭദ്രതയും ദൃഢതയും ബാധിക്കുന്ന രീതിയിൽ നാം ഒന്നും ചെയ്തുകൂടാത്തതാണ്. നിനക്ക് കെണിയൊരുക്കുവാൻ സാത്താൻ ഒരു നിഴല് പോലെ നിന്റെ കൂടെ തന്നെ ഉണ്ടെന്നറിയുക. അവന്റെ പ്രലോഭനങ്ങളെ നീ കരുതിയിരിക്കുക. രക്ഷകനായ
പ്രലോഭനങ്ങൾ നരകത്തിലേക്കുള്ള രാജപാതകളാണ്. തിരുവനന്തപുരത്ത് നടക്കുന്നതാ പരിപാടി. 1-2 കേസിന്റെ ഡീറ്റെയിൽസ് എടുക്കണം. പിന്നെ സെക്രട്ടേറിയറ്റ് കയറി എൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിന്റെ പേപ്പർ എന്തായെന്ന് അറിയണം. ഉള്ളത് പറഞ്ഞ അത് തന്നെ പ്രധാനം. നീ വരുന്ന നമുക്കൊന്ന് ചുറ്റിയടിച്ച് ആഘോഷിച്ചു വരാം. ഞാനെങ്ങുമില്ല. ഗോവ ട്രിപ്പിന്റെ ക്ഷീണം ഇതുവരെ തീർന്നില്ല. അതിനിപ്പോ തിരുവാവും. കാശ് എത്രയാ പൊടിഞ്ഞത്? അതങ്ങനെ സൂയിക്കണോക്കി പൊടിക്കണം. പിന്നെ നീ മാത്രമല്ലല്ലോ പൊടിച്ചത്. എന്നാത്തിനാടാ ഈ കണ്ട സ്വത്തൊക്കെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്? നിധി കാക്കുന്ന ഭൂതത്തെ പോലെ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കൻ. അതേടാ, ഞാൻ പിശുക്കൻ തന്നെയാ. അതിനെന്നാ ഇപ്പൊ എത്ര കുറവ്? എനിക്കിപ്പോ കാണുന്നൊന്നും ഞാനായിട്ടുണ്ടാക്കിയതല്ല. അപ്പനപ്പൂപ്പന്മാരുടെ തന്നേച്ചു പോയതാ. അത് നഷ്ടപ്പെടുത്താതെ അടുത്ത തലമുറ ഏൽപ്പിക്കുക എന്നുള്ളതാ എന്റെ കടമ. അല്ലെങ്കിൽ എന്റെ ഇച്ചാച്ചൻ പോലും എന്നോട് ക്ഷമിക്കത്തില്ല. ഇച്ചാച്ചന്റെ മോൻ തന്നെ നീ. പണ്ടിയല്ല പിരിവുകാരൊക്കെ വരുമ്പോ അങ്ങേര് പത്തായത്തിൽ കയറി ഒളിച്ചിരുന്ന കഥയൊക്കെ നല്ല ഓർമ്മയുണ്ട് എനിക്ക്. നമിച്ചേ നമിച്ചു. എഞ്ചിൻ നടക്കുന്നുണ്ടോ എന്ന് ചെവിയോർത്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. വട വേഗം ഇറങ്ങി തള്ളു. കുഞ്ഞത്തര കുളപ്പുറം വക്കലിന്റെ സ്വന്തമാണ്. നീ മറ്റോന്റെ കാശ് മേടിച്ച് കുഞ്ഞത്തര ജയിലിൽ കയറ്റു അല്ലൂടാ. നിന്റെ വക്കീലെ പണിയെന്ന് ഞാൻ പൂട്ടിക്കും. എന്നെ തല്ലിയാലുണ്ടല്ലോ ഞാൻ ആരാന്ന് നിനക്ക് അറിയാൻ വേണ്ട. നിന്റെ ഗുണ്ടാപ്പണിയൊന്നും എന്റെ അടുത്ത് ഇനിയിപ്പോ ഇതൊരു ശീലമായി പോയി. തള്ളടാ. ഇതാര്? അയ്യോ, എന്തുവാ? സണ്ണി കഴിക്കാൻ കൊത്തുന്നോ നീ? ഓ, തല്ലും കൊണ്ട് നിക്കുന്നുണ്ടല്ലേ? കേറി അടി എന്റെ ചോദിച്ച. വർക്കനാരാണെന്ന് മനസ്സിലാക്കി കൊടുക്കടാ. കർത്താവേ, എന്നതാ ഇത്? കളിക്കല്ലേ. ഒന്ന് മറിക്കടാ, ഒന്ന് മാറിയേ. എന്നതാ ഇത്? എന്നതാടോ ഇത്? പള്ളിപ്പറമ്പിൽ കിടന്ന് പോക്കർത്തരം കാണിക്കുന്നു. സണ്ണി, എന്നതാടാ? എന്നതാ പ്രശ്നം? വക്കനോട് കളിച്ചാലുണ്ടല്ലോ കളി പഠിപ്പിക്കും വക്കൻ. വക്കാ പൊക്കോ. അച്ഛൻ പറഞ്ഞോണ്ട് ആരെ കൊല്ലുന്നില്ല ഞാൻ. പിള്ളേരേക്കാൾ കഷ്ടായി ജോയിച്ചിന്റെ കാര്യം. പിന്നെ എന്നത്തിനാ ഹീറോ വിളിക്കാൻ പോയത്? അതിപ്പോ എന്നാ പറഞ്ഞാലും നമ്മുടെ സണ്ണിക്കൊരു പ്രശ്നം വരുമ്പോ അവന്റെ കൂടെ നിൽക്കണ്ടായിരുന്നു. വറീത് മാപ്പിളയുടെ രക്തം അതിന്റെ ഞരമ്പിക്കൂടെ ഓടുന്നത്. ഞങ്ങളുടെ പൂർവികന്മാർ നല്ല അസൽ ക്ഷത്രിയന്മാരായിരുന്നു എന്ന് എന്റെ ചാച്ചൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ വെറും ഒരു റൗഡിയെ കാണുമ്പോ പേടിച്ചോടുന്നു വിചാരിച്ചല്ലോ എന്റെ ആൻസിനി. ഓ, അത് പിന്നെ എനിക്ക് അറിയാൻ മേലായോ? ഒന്ന് നിക്കണ്ട ആൻസി കൂടെ. വീട് ചോദിച്ച പിള്ളേരപ്പുറത്തുണ്ട്. ഇത്രയും കൊല്ലത്തിനടക്ക് തലകുത്തി മറിഞ്ഞ് നോക്കിയിട്ട് നിന്നെ പകലൊന്നും എനിക്ക് പിടികിട്ടിട്ടില്ല. എത്ര കാലമായി ഞാൻ കൊതിക്കാന്നറിയാമോ? ആളും ബഹളം ഒഴിഞ്ഞ ഒരു നേരമല്ലേ ഈ വീട്ടില്. പിള്ളേരെയും മേലക്കാരെയും കണ്ടുപിടിച്ച് നിന്നെ ഒന്ന് പിടികിട്ടാനുള്ള വഴിയാലോചിച്ച് എത്രയാ ഞാൻ എന്റെ തല പുണ്ണാക്കിയത്. എന്നത്തിനാ ചോദിച്ച നടക്കാത്ത കാര്യം ആലോചിച്ച് വെറുതെ തല പുണ്ണാക്കുന്നത്? നടക്കും.
നടന്നേ ഒക്കത്തുള്ളൂ. ഒരു ഉഗ്രൻ ഐഡിയ ഇട്ടിട്ടുണ്ട്, ബുദ്ധിപരമായ ഒരു നീക്കം. ഇന്ന് നിന്നെ ഞാൻ പകൽ വെളിച്ചത്തിലൊന്ന് കാണും, നോക്കിക്കോ. ഇതിപ്പം കാണേണ്ട സിനിമയാന്നാ പൊതുവെയുള്ള അഭിപ്രായം, പ്രത്യേകിച്ച് കുട്ടികൾ. എന്നാത്തിനാ നമ്മൾ സിനിമ കാണുന്നത്? പറ, എന്നാത്തിനാ? അറിയത്തില്ല, അതാ കുഴപ്പം. വാ, ഓരോ സിനിമയിൽ നിന്ന് നമുക്ക് ഓരോ ഗുണപാഠങ്ങൾ പഠിക്കാനുണ്ട്. അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ചാണ് ഇപ്പൊ കാണാൻ പോകുന്ന സിനിമ. സമയമായല്ലോ. മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നാണ് ഈ സിനിമയുടെ ഗുണപാഠം. ഈ ഗുണപാഠങ്ങളൊക്കെ മക്കൾ കണ്ടു തന്നെ പഠിക്കണം. അതുകൊണ്ടാ പപ്പ നിർബന്ധിച്ച് സിനിമയ്ക്ക് വിടുന്നത്. എന്നിട്ട് പപ്പയും മമ്മിയും വരാത്തെന്താ? അയ്യേ, പപ്പ സിനിമയ്ക്കൊന്നും പോകത്തില്ലെന്ന് എന്നെ കുട്ടിക്ക് അറിയത്തില്ലയോ? പിന്നെ ഈ ഗുണപാഠങ്ങളൊക്കെ പപ്പ പണ്ടേ പഠിച്ചിട്ടുള്ളതാ. പപ്പ പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സിലാ പാസ്സായത്. അതിപ്പോ ആർക്കും അറിയാൻ മേലാത്തത്. ഓടാ. ഓ, മമ്മിയോ? ആ, മക്കള് പോയച്ചും വരുമ്പോഴത്തേനും പപ്പ മമ്മിയെ പഠിപ്പിച്ചോളാം. പപ്പ കുളപ്പുറം വെക്കണ്ടേന്ന് ഇടിയിട്ട് പപ്പ എന്നാ ഗുണപാഠമോ പോടിച്ചത്? ഓടാ. എടാ, പിള്ളേരെ നോക്കണേ. ഓ. എന്നതാ കാർത്തിയാനി എല്ലാരും കൂടെ ഈ നേരത്ത്? എന്നാ പറയാനാ, 2 മണിക്കൂറായി വീട്ടിൽ കറണ്ട് പോയിട്ട് ഉടനെയെങ്കിലും വരുന്ന ലക്ഷണം കാണുന്നുമില്ല. ലൈനയിൽ ഏതാണ്ട് പണിയാ. പിള്ളേർക്കാണെങ്കിൽ ടി വിയിൽ 2:30 സിനിമ കാണണമെന്ന് നിർബന്ധവും. നോക്കിക്കഥ കയറി വരണടി പിള്ളേരെ. ഇത് നമ്മുടെ വീടല്ലയോ? എല്ലാത്തിനാ നാണിച്ചിരിക്കുന്നേ? കുഞ്ഞിരാമൻ വന്നില്ലയോ കാർത്തിയാനി? ഓ, അങ്ങേരെ എവിടെ പോയി കിടക്കൊന്നും ആർക്കറിയാം. വൈകുന്നേരം ആകുമ്പോ വന്ന് കയറും 4 കാലയില്. പിന്നെ നമുക്കെന്നേലും മിണ്ടാൻ പറ്റുമോ? മൂക്കിന്റെ മുമ്പ് തല്ലിയോ ദേഷ്യം? നാക്കൊന്ന് പിഴച്ചു പോയാ പിന്നെ തല്ല് തന്നെ. വാടി പിള്ളേരെ. അല്ല, കുഞ്ഞിരാമനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കുടുംബസമേതം ഒരു സിനിമ കാണായിരുന്നു. ഒരു കുടുംബചിത്രമായിരുന്നു. ഓ, എന്നാത്തിനാ? അങ്ങേരില്ലാത്ത തന്നെ ഞങ്ങക്ക് നല്ലത്. എന്നാ നിങ്ങൾ ചെന്ന് സിനിമ കണ്ടാട്ടെ. ഓ, ആ TV ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാൻ, അവർ സിനിമ കാണട്ടെ. ഇക്കാലത്ത് വിളിച്ചാ വരുന്ന ഒരു ആശാരിയെ കിട്ടുന്നത് മഹാഭാഗ്യം. ഉള്ളതാ. ഭയങ്കര അണ്ണാശല്യോ അല്ലയോ? ആ, ആണെന്നേ. നമസ്കാരം. ആ, അല്ല, ഇതാരും കുട്ടപ്പനാ? ഇതെന്നാ പതിവില്ലാതെ ഈ വഴിക്കൊക്കെ? ചില പുതിയ പതിവുകളൊക്കെ തുടങ്ങി വെക്കാൻ വേണ്ടി വന്നാണെന്ന് കരുതിക്കോ. ഞാനെന്ന് പറഞ്ഞ സംഭാവനയുടെ കാര്യം എന്തായി? സോമാലിയയിലെ പട്ടിണി പാവങ്ങളെ സഹായിക്കാനുള്ളത് അത്. ആ, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാ. പക്ഷേ കുട്ടപ്പൻ ചോദിച്ചത്രയും തരാനുള്ള പണമൊന്നും എൻ്റെ ഇല്ല. വല്ല 10-500 ഒക്കെ ആണെങ്കിൽ നോക്കാം. ആർക്ക് വേണം തന്റെ 500 തൂമ്പ? ആ, ബൂർഷാസിയുടെ സ്ഥിരം നമ്പർ ഇത്. എപ്പോ ചോദിച്ചാലും ഇതേ പല്ലവി തന്നെ. വല്ല കോൺഗ്രസ്സുകാരോ കേരള കോൺഗ്രസ്സുകാരോ ചോദിച്ചിരുന്നെങ്കിൽ വാരിക്കോരി കൊടുത്തേനെ. അത് മാത്രം പറയും. മാണി സാറോ ഉമ്മൻചാണ്ടി സാറോ നേരിട്ട് വന്ന് ചോദിച്ചാൽ പോലും കാശിന്റെ കാര്യമില്ലയോ, ഞാൻ കൊടുക്കത്തില്ല. നിങ്ങൾ ഇന്നൊരു അക്ഷരം മിണ്ടരുത്. ഈ പറഞ്ഞ മൂരാജികൾ ചോദിക്കുമ്പോഴാണ് മിസ്റ്റർ പാർട്ടി സംഭാവന ചോദിക്കുന്നത്. നിങ്ങൾ ചരിത്രം പഠിക്കണം മിസ്റ്റർ ജോയ്. പാരീസ് കമ്മ്യൂണിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ചിക്കാഗോ തെരുവിധികൾ ഇളക്കി മറിച്ച തൊഴിലാളി മുന്നേറ്റത്തെ കുറിച്ച്, ബൊളീവിയൻ കാടുകളിലെ ഗറില്ല യുദ്ധത്തെ കുറിച്ച്, അൽബേനിയയെ കുറിച്ച്, ആഗോളവൽക്കരണത്തെ കുറിച്ച്, കാറൽ മാർക്സിനെയും ഏംഗൽസിനെയും മഹാനായ ലെനിനെയും സഖാവ് സ്റ്റാലിനെയും കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. പിന്നെ എന്ത് കേട്ടിരിക്കുന്നു? എനിക്ക് അത്രയ്ക്ക് അറിവൊന്നുമില്ലാന്ന് കുട്ടപ്പൻ അറിയാൻ മേലായോ? പിന്നെ EMSനെയും AKGയെയും അച്യുതമേനോനും ഒക്കെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കാര്യം ടീച്ചാച്ചൻ മൂരാച്ചി കോൺഗ്രസ്സുകാരനായിരുന്നേലും പിശുക്കനായിരുന്നേലും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടൊക്കെ വലിയ ബഹുമാനമായിരുന്നു. ഒരിക്കൽ പാലായി AKG പ്രസംഗിക്കാൻ വന്നപ്പോൾ കുഞ്ഞായിരുന്നേലും ഇച്ചാച്ചൻ എന്നെയും കൂടെ കൊണ്ടുപോയായിരുന്നു. എന്നതാ ഒരു പ്രസംഗം! മനുഷ്യന്റെ മനസ്സെടുത്തിട്ട് അങ്ങ് അമ്മാനമാടുമല്ലയോ? പറയുന്നതൊക്കെ നമ്മുടെ നെഞ്ചത്തോട്ട് ഇങ്ങനെ ഇടിക്കുക. കുഞ്ഞായിരുന്നേലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അല്ല, ഇവരെ കുറിച്ചൊക്കെ എന്നതാ കുട്ടപ്പന്റെ അഭിപ്രായം? എന്നെ കളിയാക്കണോ താൻ? ഇതുപോലെ പല തവണ താൻ എന്നെ അവഹേളിച്ചിട്ടുണ്ട്. ഒന്നും മറന്നിട്ടില്ല ഞാൻ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തും. നോക്കിക്കോ. എന്നതാ ഒരറിവ്! ഐ ടോൾഡ് യു ഏർലിയർ ബേബി, നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്, ഇങ്ങോട്ട് പോന്നോ? ഇവിടുത്തെ കാര്യമോ?
ദാറ്റ് ഐ വിൽ മാനേജ്. അതെന്നെ, വരുന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് വിളിച്ചു പറയാൻ മറക്കണ്ട. ശരി ശരി, ഓക്കെ ഓക്കെ. ഇതെൻ്റെ വലിയൊരു ആശയാണ് സാർ. കഴിഞ്ഞ തവണയും ഞാൻ ട്രൈ ചെയ്തതാ. പക്ഷേ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു വക്കീലിന്റെ കാര്യത്തിന്. ഞാൻ ലോ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിന്റെ കാര്യത്തിൽ വക്കീൽ വെറുതെ ടെൻഷൻ ആവണ്ട. അക്കാര്യം ഞാൻ ഏറ്റു. സമയമാകുമ്പോ പേപ്പർ കയ്യിലെത്തിക്കോളാം. ഓ താങ്ക് യു ആ സാർ. എന്നാ വക്കീൽ വിട്ടോ, അങ്ങ് പാലായിൽ എത്തേണ്ടതല്ലേ. ആ പിന്നെ എനിക്ക് ചിലപ്പോൾ വക്കീലിൻ്റെ ഒരു സഹായം വേണ്ടി വരും. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. വിഷയമൊക്കെ അപ്പൊ പറയാം. ഒരു ഡൽഹി കാര്യമാണെന്ന് മാത്രം തൽക്കാലം അറിഞ്ഞാൽ മതി. ആ എനിക്ക് ഈ ഡൽഹി എന്ന് പറഞ്ഞാൽ പത്രത്തിൽ വായിച്ചുള്ള അറിവേ ഉള്ളൂ. പിന്നെ റിപ്പബ്ലിക് ദിനത്തിന് അന്നത്തെ കവാത്തും കൊടിപറപ്പിക്കലും ഒക്കെ ടി വിയിൽ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ട് മടുത്തു. ഈ കവാത്തെല്ലാം നടത്തിയിട്ടും നമ്മുടെ വീട്ടിൽ വരുന്ന ധർമ്മക്കാർ കൂടിയിട്ടുള്ളതല്ലാതെ കുറഞ്ഞിട്ടുണ്ടോ? അവർ ഈ മറുഭാഷ വിളിച്ചു കൂവിയതുകൊണ്ട് ഇവിടുത്തെ പാവങ്ങൾക്ക് കഞ്ഞി കിട്ടൂ. ജോയിച്ചൻ എന്നാ ഇന്നൊരു പ്രത്യേക ഡൽഹി വിരോധം? അല്ലടി ആൻസേ, കുറച്ചു മുമ്പ് സണ്ണി വിളിച്ചായിരുന്നു. അവനെന്തോ ഡൽഹി പ്രശ്നമുണ്ടെന്നും പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഡൽഹിയിൽ നിന്ന് ഇവിടെ ഇങ്ങനെ അറ്റത്ത് കിടക്കുന്ന പാവം സണ്ണിയുടെ ജീവിതത്തിലൂടെ ഒരു പ്രശ്നം എത്തിപ്പിടിച്ച് വരുന്നത് എങ്ങനെയെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ഇന്ന് എത്രയുണ്ട് തങ്കച്ചാ ഷീറ്റ്? 45 ഉള്ളൂ. ആ 2-3 ദിവസമായിട്ട് മൂടിക്കെട്ട് കിടക്കുമായിരുന്നല്ലോ. ഇന്നൊരു തെളിച്ചമുണ്ട്. വരണം വക്കീലേ. എന്നതാടാ വക്കീലേ നിനക്ക് രാവിലെ ഇത്ര ഗൗരവം? നിന്റെ കേരള പിന്നെയും പിളർന്നു? അതോ നിന്റെ ഏതെങ്കിലും കള്ളസാക്ഷി മറുകോടടിച്ചു? അതോ നിനക്ക് എയ്ഡ്സ് പിടിച്ചു? എന്നാടാ സംഗതി കുറച്ച് സീരിയസാ. നീ വന്നേ. എടാ ജോയി, എനിക്ക് നിന്റെ വീട്ടിൽ ഒരാളെ, ചിലപ്പോൾ 2 പേരെ ഒളിപ്പിക്കണം. എന്റെ കർത്താവ്, എന്റെ വീട്ടിൽ ആളെ ഒളിപ്പിക്കാൻ? നീ എന്റെതാ സണ്ണി പറയുന്നത്? ഞാൻ പറയുന്നത് വേണ്ട. വല്ല കൊലപാതകളോ തീവ്രവാദികളോ മറ്റോ വന്നോടാ? ജോയി, നിനക്കെന്നെ കീന ഇളകിയോ? ഞാനും ആൻസിയും പിള്ളേരും ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുമ്പോഴാണ് നടക്കുന്ന കാര്യം വന്നു. നീ ഒന്ന് അടങ്ങ് ജോയി. ഇത് തീവ്രവാദിയും കൊലപാതകവും ഒന്നുമല്ല. ഒരു പെണ്ണും ചെറുക്കനുമാ. പെണ്ണും ചെറുക്കനും? അതേടാ, കാമുകന്മാർ. കാമുകന്മാർ? ഈ കാമുകന്മാരെന്നൊരു വർഗമുള്ള നേരാന്നറിയാം. അവർ ഒളിച്ചോടിപ്പോയതിൻ്റെയും ആത്മഹത്യ ചെയ്തതിൻ്റെയും വാർത്തകൾ എത്രയാ പത്രത്തിൽ വായിക്കുന്നത്. ഈ സ്നേഹിച്ചെന്നും വെച്ച് ഓടിച്ചാടി മരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഭാര്യയോട് മര്യാദയും പറഞ്ഞ് പിള്ളേരുമായിട്ട് എന്നെ പോലെ ജീവിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കാമുകന്മാരെ നേരിട്ട് കണ്ടിട്ടില്ല. കഥയിലും നോവലിലൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചാച്ചൻ്റെ കണ്ണം വെട്ടിച്ച് കുഞ്ഞുനാളിലെ പോയി കണ്ട സിനിമയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നേരല്ലല്ലോ. വാസ്തവത്തിൽ എന്നതാടാ ഈ പ്രേമം? ആണും പെണ്ണും ഒളിച്ചോടി പോകുന്നതൊക്കെ അതിനു വേണ്ടിയല്ലയോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ആൻസിയോടും എനിക്ക് കൊച്ചറാണിയോടും ഉള്ളതൊക്കെ പിന്നെ എന്നതാ? എനിക്കറിയാൻ മേല. ഉള്ളത് പറയാമല്ലോ. ആൻസിയെ കല്യാണം കഴിച്ച പിന്നെ ഞാൻ ഒരു പെണ്ണിനെയും വിലയിട്ടിട്ടില്ല. പിന്നെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന 1-2 പെണ്ണുങ്ങളെ നോട്ടം ഇട്ടിട്ടുണ്ട്. എന്നാലും ആൻസിക്ക് എന്നോടുള്ള നോട്ടത്തിൻ്റെ ചിന്ത വരുമ്പോൾ ആ നോട്ടം അങ്ങ് പമ്പ കിടക്കും. ഈ കാമുകന്മാരെ കണ്ടിട്ടുണ്ടോ തന്നെ? അങ്ങനെ ചോദിച്ചാ ഞാനും ഇത് ആദ്യമായിട്ട് തന്നെ ഇവരെ കാണാൻ പോന്നു. പഠിക്കുന്ന കാലത്ത് പോലും നമുക്കിതിനൊന്നും നേരമില്ലായിരുന്നല്ലോ. പിന്നെ നിന്നെയും ആൻസിയാ ആ കൂടെ കണ്ടിട്ടുള്ളത്. അതുകള ഞാനും ആൻസിയും സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ. പ്രേമം പോയിട്ട് പകൽ ഞാൻ അവളുടെ അടുത്ത് ഇരുന്നിട്ട് പോലുമില്ല. ഈ കാമുകന്മാരെന്ന് പറഞ്ഞാൽ രാത്രിയും പകലും ഒരുപോലെ കെട്ടിപ്പിടിച്ചിരിക്കുന്നവരല്ലോടാ സണ്ണി. നമുക്കിതൊന്നും വിധിച്ചിട്ടില്ലടാ ജോയി. പണ്ട് പുല്ലാനിക്കാട്ടിലും തോട്ടറമ്പിലും ഒക്കെ പുല്ലിയത്തുകാരുടെ പുറകെ പമ്മി നടക്കുമ്പോൾ ഓർക്കണമായിരുന്നു. നമുക്കൊന്ന് പ്രേമിച്ചാൽ മതിയായിരുന്നു. പോയത് പോയി. ഒളിച്ചോടി കണ്ട ഹോട്ടലൊക്കെ താമസിച്ചു വരുവാന്ന് വെച്ചാ എന്നതാടാ? ഗർഭമായോ? ആന്നോടാ? നീ ഉള്ള സത്യം പറ. എന്നാ പറഞ്ഞാലും എൻ്റെ സണ്ണി, എനിക്ക് ഈ ഗർഭം കലക്കാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഏതായാലും അതിനൊന്നുമില്ല. എനിക്കതൊക്കെ കേൾക്കുന്നതേ പോലെ ഏതാണ്ട് പോലെ. വലിയൊരു വിശുദ്ധൻ. പണ്ട് കല്യാണി ആശാട്ടിയുടെ മോള് വനജയ്ക്ക് 5000 രൂപ എണ്ണിക്കൊടുത്തത് എന്നാത്തിനായിരുന്നു? ഓർക്കുന്നില്ലായിരിക്കും. നീ ഒന്ന് പതുക്കെ പറ. അത് അവിടെ എന്നെ പറ്റിച്ചെല്ലിയൂടാ. അവൾക്ക് ഗർഭമില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അതെന്നതേലും ആവട്ടെ. പക്ഷെ ഇതൊന്നുമല്ല പ്രശ്നം. യവൻ അവളുടെ രോമത്തെ പോലും തൊട്ടിട്ടില്ല. ഇത് ഞാൻ അവർ 2 പേരോട് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കിയതാ. ഓഹോ, അപ്പൊ വക്കീലാന്നും പറഞ്ഞ് നീ ഇതൊക്കെയാണോ അന്വേഷിക്കുന്നത്? അതിന്റെയൊക്കെ ആവശ്യം വരുമെന്ന് വെച്ചു. എടാ, എനിക്ക് ഇപ്പൊ ഈ കാര്യത്തിലുള്ള ഇൻട്രസ്റ്റ് എന്താന്ന് വെച്ചാ, പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമനത്തിനുള്ള എന്റെ ഫയല് ഡീൽ ചെയ്യുന്ന ലോ സെക്രട്ടറി യോഹന്നാൻ സാർ കാമുകിയുടെ ഇപ്പാപ്പന. അങ്ങേർക്ക് അവളെ വലിയ കാര്യമാ.
ഇതാ അന്ന് അങ്ങേര് സെക്രട്ടേറിയറ്റ് വെച്ച് പറഞ്ഞ ഡൽഹി കാര്യം. നമുക്കിതൊന്ന് വേണ്ട പോലെ കൈകാര്യം ചെയ്യണം. നീ അതിനെന്നെ ഒന്ന് സഹായിക്കണം. അല്ല എന്നാ പിന്നെ നിനക്ക് അവരെ നിന്റെ വീട്ടിൽ ഒളിപ്പിച്ചാലെന്നെ? നിനക്കറിയാമല്ലേ ജോയി, കൊച്ചുറാണിയുടെ കാര്യം. ഒരു 10 പത്രത്തിൽ പരസ്യം ചെയ്യുന്നതിന്റെ ഫലം ചെയ്യും അവളുടെ നാക്ക്. അതും ശരിയാ. 2 കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ ആലോചിക്കുന്നത്. ഒന്ന്, നിനക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉദ്യോഗം കിട്ടണം. ഒരുപാട് നാളത്തെ നിന്റെ വലിയൊരു ആശയമാണ്. പിന്നെ ആ ചെലവിൽ നമുക്ക് കാമുകന്മാരെ ഒന്ന് നേരിട്ട് കാണുകയും ചെയ്യാം. നീ വിഷമിക്കാതെ സണി, നമുക്ക് എന്നതേലും ഒരു വഴി ഉണ്ടാക്കാം. ആൻസിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യമാണ്. അത് നീ എനിക്ക് വിട്ടാരെ, ഞാൻ ഏറ്റു. ആൻസിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. കുറെ നാള് കൂടി നീ വീട്ടിൽ പോന്നതല്ലേ, 2 ദിവസം അവിടെ നിന്നിട്ട് വന്നാ മതി. പുതിയതാ, അന്നയ്ക്ക് ചേരുന്നില്ല. നിന്റെ ചേടത്തിന്റെ മൂക്ക് കൊടുത്തേര്. എനിക്കിപ്പോ പോണമെന്നൊന്നും ഇല്ലായിരുന്നു. അതെന്നാ നീ അങ്ങനെ പറഞ്ഞത്? അപ്പനെ അമ്മയൊക്കെ ഇടയ്ക്കൊക്കെ പോയിന്ന് കാണണ്ടായോ? എപ്പോഴാ തിരിച്ചു വരണ്ടേന്ന് കൃത്യമായി ഞാൻ മേരി മേളമ്മയെ വിളിച്ച് പറഞ്ഞേപ്പിച്ചോളാം. നിർബന്ധിച്ച് പറഞ്ഞാൽ പോലും ഒരു ദിവസമെങ്കിലും മാറി നിൽക്കാൻ സമ്മതിക്കാത്ത ആളാ ഈ ചേച്ചിക്ക്. ഇതെന്നാ പറ്റി? ഇവിടെ എന്നതാ ചേച്ചി വിശേഷം? ഒരു വിശേഷവും ഇല്ല. നീ എന്നത്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? ചിലപ്പോ എന്റെ വീട് വരെ ഒന്ന് പോകേണ്ടി വരും, അത്രേ ഉള്ളൂ. നേരെ ഒരുപാടാവുന്നു. അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയം കളയാതെ നീ വേഗം വരാന്തലോട്ട് ചെല്ല്. ചാക്കോ നിന്നെ അങ്ങ് വീട്ടിലാക്കി തരും ജീപ്പില്. ചേച്ചി പറഞ്ഞു വീട്ടിൽ നിന്ന് പോയേച്ചു വരാൻ. നീ എന്നെ അങ്ങ് അതിശയിപ്പിച്ചു കളഞ്ഞല്ലോ എൻ്റെ ആൻസി. നീ ഇത്ര പെട്ടെന്ന് അതങ്ങ് ഏറ്റെടുത്തുകൊള്ളെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കുറെ പാടുപെടേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ. ഇതിലെന്നെ ഇത്ര പുതുമ? ഒന്ന് പ്രേമിച്ചു പോയിന്ന് പറഞ്ഞ് അതങ്ങൾ മനുഷ്യരല്ലയോ? അവർക്കും ജീവിക്കണ്ടായോ ഇവിടെ? ജോയിസിന് ഇവിടെ ഇങ്ങനെ കറങ്ങി നടന്നാലോ അവര് വരാൻ പറഞ്ഞിട്ട്? ആ ചാവടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണ്ടായോ? ദീനാമ്മയെ പറഞ്ഞു വിട്ടേച്ച് അതിന് നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. ജോയിച്ചിന് തന്നെ ഇരിപ്പ ഇരിക്കുന്നത്. സണ്ണിച്ചാൻ ലവേഴ്സുമായിട്ട് വരാവുന്നേറ്റ നേരമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. പിള്ളേർ ഉറങ്ങിയോ ആൻസി? ഒരു വിധത്തിൽ ഉറക്കിന്ന് പറഞ്ഞാ മതി രണ്ടിനെ. ഭാഗ്യം. എനിക്ക് അതായിരുന്നു പേടി. ഇവരെങ്ങാനും നേരത്തെ കയറി വന്നാൽ പിള്ളേരോട് പറയാൻ അന്നേരം തന്നെ ഒരു കള്ളം കണ്ടുപിടിക്കേണ്ടി വന്നേനെ നമുക്ക്. അല്ല, എന്നതാ ജോയിച്ചന്റെ പരിപാടി? വെറുതെ ഇരുന്ന് സമയം കളയാതെ വലുതും കഴിച്ചേച്ച് വന്ന് കിടക്കാൻ നോക്കും. അത് ശരിയാന്നോ നീ പറഞ്ഞത്? നമ്മളൊരു വാക്ക് കൊടുത്തേം വെച്ച് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ കാണും സണ്ണി കാമുകന്മാരായിട്ട് വന്നാലോ? അതവർക്കൊരു ബുദ്ധിമുട്ടാവത്തില്ലയോ? അതെന്നാ നീ ആലോചിക്കാത്തത്? ഇവനിത് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കാന്നല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അവരിനി വരാനൊന്നും പോകുന്നില്ലെന്ന്. നീ ഇങ്ങനെ തിരക്ക് പിടിക്കാതെ ഡാൻസി. അതിനിപ്പോ ഉറങ്ങണ നേരമൊന്നും ആയിട്ടില്ലല്ലോ. നീ ഇച്ചിരി നേരം ഇവിടെ ഇരിക്കും. ഞാൻ അവിടെ ഇരുന്നോളാം. നോക്കടേ ആൻസി, കാമുകന്മാര് വരുന്നോന്ന് അറിഞ്ഞോണ്ടായിരിക്കും ചെടികളിലൊക്കെ മിന്നാമിനുകൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നു, ഇല്ലയോ? ഈ ജോയിച്ചിന്റെ ഒരു കാര്യം, ഈ മിന്നാമിനുങ്ങളൊക്കെ എന്നും രാത്രിയിൽ ഇവിടെ ഉള്ളതാ. ജോയിച്ചും കാണാത്തോണ്ടാ. അതൊന്നും എനിക്കറിയാൻ മേല. നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ മിന്നാമിനുങ്ങളെല്ലാം കൂടെ കിടന്ന് മിന്നുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ മിന്നാമിനുങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് മിന്നുന്നതേ അവര് കാമുകന്മാരായിട്ടാ. ഈ ജോയിച്ചിന് നാണമില്ലേ? ഇത് തിന്നേ ചോദിച്ചാ? നമ്മുടെ തിന്നെ ഇല്ലയോ എന്റെ ആൻസി കൂടവേ. നമുക്ക് കുറച്ചു നേരം കാമുകനും ആവുന്നേ. എവരാ അവര്? ഇത് സാംകുട്ടി. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. അത് ആനി. ഹലോ അങ്കിൾ. ഹലോ ആനി. അകത്തേക്ക് വെച്ചോ. ഓ, ആരേലും വരുന്നതിന് നീ ഇവരെ അകത്തേക്ക് കൊണ്ടുപോ. എന്റെ വൈഫാ ആൻസി. ഹായ്. കേറി വാ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. നീ അതത്ര സീരിയസ് ഒന്നും ആക്കണ്ട. ഒന്ന് ശ്രദ്ധ വയ്ക്കാനായിട്ട് പറയുന്നേ ഉള്ളൂ. ചെറുക്കൻ്റെ അപ്പൻ കുളപ്പുറം വക്കനെയും വേറെ 2 കേടികളെയും കൂടെ ഇവരെ തിരക്കാൻ ഇറക്കിയിട്ടുണ്ടെന്നാ കേട്ടത്. എന്നതായാലും നീ ഒന്ന് സൂക്ഷിച്ചു.
അയ്യോ, ഇതൊരു ഗുരുതര പ്രശ്നമാണെന്നല്ലോടാ. വല്ലാത്ത ചതിയായിപ്പോയി കേട്ടോ. നീ എന്നാ ഇത് നേരത്തെ പറയായിരുന്നത്? എനിക്കങ്ങും പറ്റത്തില്ല, ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ പറയല്ലേ ജോയ്, എങ്ങനെയെങ്കിലും നീ ഇതൊന്ന് മാനേജ് ചെയ്യണം പ്ലീസ്. ഒരു 2 ദിവസത്തേക്ക് ക്ഷമിച്ചാൽ മതി. അതിനിടയ്ക്ക് ഞാൻ ഇവരെ എങ്ങോട്ടേലും കടത്തിക്കൊള്ളാം. ഇതിപ്പം ഈ അവസ്ഥയില് ഞാൻ എന്നാ ചെയ്യണമെന്നാ നീ പറയുന്നേ? നിന്റെ ഇച്ചാച്ചന്റെ ആ ഇരട്ടക്കുഴൽ തോക്കെന്തി? അതിനകത്ത് ഉണ്ട നിറയ്ക്കാൻ പോലും എനിക്കറിയത്തില്ല. ഉണ്ട വേണമെന്നൊന്നുമില്ല, നീ വെറുതെ അതെടുത്തൊന്ന് നീട്ടി കാണിച്ചാൽ മതി. ഒരുമാതിരി ഏത് കേടിയും ഓടിക്കൊള്ളും. നീ വേഗം അങ്ങ് അകത്തോട്ട് ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യ്. ഓക്കെ, അപ്പൊ നാളെ കാണാം. ഇങ്ങനെ വന്ന് ബുദ്ധിമുട്ടിച്ചതിന് ചേച്ചി ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ വെറും കാമുകന്മാരായിട്ട് മാത്രം കാണരുത്. ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു തീർത്ഥയാത്ര നടത്തുകൂടിയാണ് ഞങ്ങൾ. Am I correct, Annie? Yeah, a pilgrimage to discover God, the Almighty. അപ്പൊ കല്യാണോ? അത് ഒരു ധ്യാന കേന്ദ്രത്തിൽ ചെന്ന് ദൈവഹിതം ലഭിക്കുന്ന മുറയ്ക്ക് നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭീഷ്ടം. We are waiting for the call of God. അതിനായിട്ട് ഞാൻ എൻ്റെ ഹാർട്ട് ഓപ്പൺ ആക്കി വച്ചിരിക്കുക എവറി ടൈം. ചേച്ചി, I was born and brought up in Delhi. പാരൻസ് അവിടെ ആയിരുന്നു. മലയാളം കേട്ടാ ഫുൾ ആയിട്ട് മനസ്സിലാവും, കുറച്ചൊക്കെ എക്സ്പ്രസ് ചെയ്യാനും പറ്റും. ബട്ട് ഐ ആം നോട്ട് കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. ഫീലിങ്സ് ഒക്കെ കംപ്ലീറ്റ് ആയി എക്സ്പ്രസ് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട്. സോ സാംകുട്ടി ചേച്ചിക്ക് മനസ്സിലാക്കി തരും. സാംകുട്ടി, പ്ലീസ് ട്രാൻസ്ലേറ്റ് ഇറ്റ് ടു ചേച്ചി. ഷുവർ ആനി. ആനിയുടെ വാക്കുകൾ ചേച്ചിക്ക് വേണ്ടി പരിഭാഷപ്പെടുത്തുവാൻ ആനി എന്നോട് ആവശ്യപ്പെടുകയാണ് ചേച്ചി. Our love is very broad and borderless, as broad as the universe, and it's not been reduced to the limits of mere marriage. ഞങ്ങളുടെ പ്രണയം അതിവിശാലവും അതിരുകളില്ലാത്തതുമാണ്, പ്രപഞ്ചത്തെ പോലെ വിസ്തൃതം. അതിനെ കേവലം വിവാഹത്തിന്റെ പരിധികളിലേക്ക് പരിമിതപ്പെടുത്താവുന്നതല്ല. We are only the refugees of love. ഞങ്ങൾ സ്നേഹത്തിന്റെ അഭയാർത്ഥികൾ മാത്രമാണ്. We are nomads, gypsies. ഞങ്ങൾ നാടോടികളാണ്, ജിപ്സികളാണ്. This wandering, this endless journey, it may be a spiritual exploration to the world of absolute love, or an adventurous spiritual voyage. ഈ അലഞ്ഞുതിരിയൽ, അനന്തമായ ഈ യാത്ര കേവല സ്നേഹം തേടിയുള്ള ഒരു ആത്മീയ പരിവേഷണ യാത്രയാണിത്, അല്ലെങ്കിൽ ഒരു ആത്മീയ സാഹസ യാത്ര. ഇതൊന്നും പാവം സണ്ണിയുടെ പ്രോസിക്യൂട്ടർ പണിക്ക് പാരയാവരുതേ പിള്ളേരെ. ആ ജോയിച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നോ, നത്തിങ്. 1 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. അതെന്റെ ആൻസി, നീ വെറുതെ തെറ്റിദ്ധരിച്ചതാ. ഒരു തെറ്റിദ്ധാരണയില്ല എനിക്ക്. 2 എണ്ണത്തിനും കുറേശ്ശെ വട്ടുണ്ട്. അല്ലെങ്കിൽ എന്നാ മനുഷ്യന്മാര് വർത്താനം പറയുന്ന പോലെ പറയാൻ അറിയത്തില്ലയോ ഇതുങ്ങൾക്ക്? അത് തന്നെയാ ഞാൻ പറഞ്ഞത്. നീ തെറ്റിദ്ധരിച്ചാന്ന്. നീ അങ്ങ് ക്ഷമിയന്റെ ആൻസി. ഇവർ സാധാരണ മനുഷ്യരൊന്നുമല്ലല്ലോ, കാമുകന്മാരല്ലയോ. കാമുകന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓ, സമ്മതിച്ചു. എനിക്കറിയാൻ മേലെ ഇതൊന്നും. എനിക്കിപ്പോ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അവരെ എങ്ങനെ കിടത്താൻ പോന്നേ? ഒരു മുറി തന്നെ ആന്നോ? അത് പറ. അയ്യോ, അത് സണ്ണിയോട് ചോദിക്കാനും വിട്ടുപോയല്ലോ കർത്താവേ. നമ്മളിപ്പോ എന്നാ എവിടെ ആൻസി? അവനെ വിളിച്ച് ചോദിച്ചാലോ? അത് വേണ്ട, ഈ രാത്രിക്ക് ഇനി അത് ശരിയാവത്തില്ല. ആ കൊച്ചുറാണിയെങ്ങാനും കേട്ടാ പിന്നെ അത് മതി. നമുക്ക് അവരെ വേറെ വേറെ കിടത്താവില്ലയോ? പക്ഷെ ചോദിച്ചാ അതിലുണ്ടല്ലോ ഒരു കുഴപ്പം. അതിലിപ്പോ എന്നാ എത്ര കുഴപ്പം? ഈ ചോദിച്ചാൽ ഒന്നും അറിയാത്ത പോലെ അവര് രാത്രിക്ക് എണിച്ച് ഒന്നിച്ച് കിടന്നാലോ? ഒരു പൂട്ടുന്നതും ശരിയല്ല. അല്ലെങ്കിൽ നമ്മൾ എന്നാത്തിനെ ഇത്ര മനപ്രയാസപ്പെടുന്നേ? അവരെ ഒന്നിച്ച് തന്നെ കിടത്താം. അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. നാളെ അവരുടെ കിടപ്പുകാരൻ തീരുമാനിക്കാൻ നമുക്ക് പറ്റുമോ? അത് ശരിയാ. ഇനി അഥവാ അവർക്ക് തമ്മിൽ തുടരണമെന്ന് തോന്നിയാൽ തന്നെ അത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നടക്കട്ടെ, ഇല്ലയോ? പെണ്ണിന് കല്യാണം കഴിക്കാനുള്ള മനസ്സമ്മതം ഇല്ലെന്നല്ലയോ പറഞ്ഞത്? ചിലപ്പം ഇവിടെ വെച്ച് അതങ്ങുണ്ടായാലോ? നമുക്ക് അവരെ ഒന്നിച്ച് തന്നെ അങ്ങ് കിടത്താം. അത് മതി. അത് മതി. Dad? How surprising. എപ്പോ വന്നു? ഓടുവാ. 16 വയസ്സിൽ ഈ മഹാനഗരത്തിലെത്തിയതാ ഞാൻ. No prologue, Daddy. Please. It's boring. ഇതൊക്കെ ഞാൻ ഒരു പാട്ട് അവനെ കേട്ടിട്ടുള്ളത്. What can I do for you? അത് പറ. ആനി, it's not good. Please wait.
എനിക്ക് പറയാനുള്ളത് മുഴുവൻ നീ കേൾക്കണം. ഡോണ്ട് ബി സോ ഇൻടോളറബിൾ. നിന്റെ ഒരാഗ്രഹത്തിന് ഞാൻ ഇതുവരെ എതിരുന്നിട്ടില്ല. ഒരു കാര്യത്തിന് നിന്നെ ശാസിച്ചിട്ടുമില്ല. നിന്റെ ഇഷ്ടം പോലെ JNU വിട്ടു പഠിപ്പിച്ചു. പഠനം കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ജോലിയൊക്കെ തരപ്പെടുത്തി നീ ഇവിടെ തന്നെ കൂടിയപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ശിഷ്ടകാലം സ്വസ്ഥമായിട്ട് കഴിച്ചു കൂട്ടാമെന്ന് ആഗ്രഹിച്ച VRS ഒക്കെ എടുത്ത് ഡൽഹി വാസം അവസാനിപ്പിച്ച് ഞാൻ നാട്ടിലേക്ക് പോയത്. പക്ഷേ ഇപ്പൊ നിന്നെ കുറിച്ച് ഓരോരുത്തർ പറയുന്നത് കേൾക്കുമ്പോ പ്ലീസ്, ഐ എം ഗെറ്റിംഗ് ഓൾഡ് ആനി. ഐ വിഷ് ടു സ്പെൻഡ് മൈ ആഫ്റ്റർ ഇയേഴ്സ് ഇൻ പീസ്. മോള് ഞാൻ പറയുന്ന അനുസരിക്കണം. എല്ലാം മറന്ന് മനസ്സൊന്ന് ദൈവത്തിൽ അർപ്പിച്ച ഒരുപക്ഷെ I am the light of the world. Anyone who follows me will never walk in the darkness, but will have the light of life. Hallelujah. Hallelujah. Praise the Lord. Now let us bless each other. ഒരു ധ്യാന കേന്ദ്രത്തിൽ വെച്ച് വിശുദ്ധ രൂപയുടെ നേരിട്ടുള്ള അനുഗ്രഹത്തിന് കീഴിൽ പാട്ടുപാടി പ്രാർത്ഥിച്ച് കല്യാണം കഴിക്കണമെന്ന എൻ്റെ ആഗ്രഹം. I don't believe in marriage. ഞാൻ മാത്രമല്ല, ഞാൻ സ്റ്റഡി ചെയ്തിരുന്ന JNUവിൽ ഒത്തിരി പേരും മാരേജിൽ ബിലീവ് ചെയ്യുന്നില്ല. But I love you very much, Samkutti. I wish to share my love and life with you because you're a good singer and dancer. സാംകുട്ടിയുടെ സോങ്ങും ഡാൻസും ഒക്കെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. I'm seeing absolute peace in you. Music and dance. Actually, ഞാൻ ഈ മെഡിറ്റേഷൻ ഒക്കെ പൂനെയിൽ രജനീഷിന്റെ ആശ്രമത്തിൽ പോയി പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാ. ഡാൻസ് ആൻഡ് സോങ് പബിൽ റെഗുലർ ആയി ചെയ്യുന്നുണ്ട്. I like that very much. Basically, both our ways are same. എല്ലാം മൂന്ന് തന്നെ. കുച്ചു differences. So, Samkutti, I invite you to create an unmarried adventurous family. You mean ഒരു അവിവാഹിത സാഹസിക കുടുംബം? കല്യാണമൊന്നും കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുക, അഡ്വഞ്ചറസ് ആയി? Yes. ഐ കാണ്ട് ആനി, ഐ കാണ്ട്. ഇതെന്റെ ആത്മാവിന്റെ പ്രശ്നമാ. കോൾ ഓഫ് മൈ സോൾ. വിശുദ്ധ രൂപയുടെ നേരിട്ടുള്ള അനുഗ്രഹത്തിന് കീഴിൽ പാട്ടുപാടി പ്രാർത്ഥിച്ച്. സാംകുട്ടി, ഞാൻ ആനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആനിക്ക് നിശ്ചയമായിട്ടും മാനസാന്തരം ഉണ്ടാവുമെന്ന് തന്നെ ഞാൻ പ്രത്യാശിക്കുന്നു. ഡോണ്ട് വറി സാംകുട്ടി, ദൈവം എനിക്ക് മാനസാന്തരം വരുത്താനായി ഞാൻ എൻ്റെ ഹാർട്ട് എപ്പോഴും ഓപ്പൺ ആക്കി തന്നെ വെച്ചോളാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ക്രിസ്റ്റി ഡൽഹിയിലുള്ളതുകൊണ്ട് ഇപ്പോഴെങ്കിലും വിവരറിഞ്ഞു. സാംകുട്ടിയെ എവിടെയും കൂടെ പല സ്ഥലത്ത് വെച്ചും കണ്ടിട്ടുണ്ടവൻ. എവളേതോ കുറഞ്ഞ സഭക്കാരിയാന്നാ കേട്ടത്. കുടുംബവും തീരെ പോരാ, പാരമ്പര്യമാണ് കൊട്ടില്ലതാണ്. എവിടെ അമ്മ വഴിക്ക് ഒരു ജാതി കുറവുണ്ടെന്നാ എനിക്ക് കിട്ടിയ വിവരം. എന്നതായാലും കരിസ്മാറ്റിക് എന്ന ധ്യാനം എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് യവനിത് പറ്റിച്ചല്ലോ എന്നാ ഞാൻ ഓർക്കുന്നത്. എത്ര പേരാ കടുവാക്കുന്നല്ലേ ചെറുക്കനും ചോദിച്ചു വരുന്നേ. പ്രതാപവും തറവാടിത്തവും ഒക്കെ ഉള്ള വേറെ എത്ര പെൺപിള്ളേരെ കിട്ടിയാനവന്. പക്ഷെ പെണ്ണിനെ കണ്ട ഇതൊന്നും പറയില്ല പോലും. നല്ല മണിക്കുട്ടി പോലെ ഇരിക്കുമെന്നാ ക്രിസ്റ്റി എന്നോട് പറഞ്ഞത്. എന്നാ പിന്നെ നീ ഒന്നുകൂടെ കിട്ടിക്കോ. മണിക്കുട്ടി പോലും പള്ളി മുതലേ കുറിച്ച നല്ല എ ക്ലാസ് കുടുംബമാ കരിമണ്ണൂക്കാര്. 150 ഏക്കർ റബ്ബറും ചെറുക്കനെയും കൂടെ ഡൽഹിയിലെ കണ്ടവന്മാരുടെ കൂടെ ഓരോ ഹോട്ടലിലും കയറി ചുറ്റി നടക്കണ ശിശ്മക്കാരത്തേക്ക് പിടിച്ചു കൊടുക്കാനൊക്കെ കയറാ. നാളത്തേക്ക് ഡൽഹിക്കുള്ള 3 ടിക്കറ്റ് ബുക്ക് ചെയ്തോ ഇപ്പൊ തന്നെ. പേടിച്ച പിടിയാലേ അവനെ കെട്ടിയെടുത്തോണ്ടെങ്കിൽ പോരാം. പിന്നെ നമ്മുടെ മാത്തച്ഛനുണ്ടല്ലോ അവിടെ, എളിഞ്ഞിരിക്കുമല്ലോ MP ആയിട്ട്. അയാളെ ഒന്ന് കണ്ടേക്കാം. ഹലോ ഹലോ, എന്റെ വീട്ടുകാർ നമ്മളെ പിടിക്കാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം ഇന്നലെ രാത്രി ധ്യാനിക്കുമ്പോൾ റുഹാദ കുദിഷ തമ്പുരാൻ എനിക്ക് അറിവ് തന്നായിരുന്നു. ഡൽഹിയിലുള്ളൊരു പിശാചും സഹായത്തിനുണ്ടാവുമെന്ന് അരുളപ്പാടുണ്ടായിരുന്നു. ആനി വിഷമിക്കരുത്.
നമ്മളൊന്ന് ഒളിച്ചോടാൻ പോവാ. പ്രൈസ് ദ ലോർഡ്. Running away? Really? യാ, റണ്ണിങ് അവേ. My lord, surprising. The real adventure begins. Samkudi, where are we going? Where is the final destination? I don't know. എനിക്ക് അറിയാം മേലൻ ഡാനി. Anywhere. Anywhere in the world. I don't care. Santosham kundeni kirikeyan mele. This is the real happiness. ഇരിക്കാനി. Hallelujah. Praise the Lord. Praise the Lord. അപ്പനും ചേട്ടന്മാരും പറ്റിച്ചോ ഏറെ കെട്ടവൻ. എന്നാ നമുക്കൊന്ന് കാണണമല്ലോ. വെറുതെ വിടാൻ പോണില്ല ഞാനവനെ. നോക്കിക്കോ മോനെ ക്രിസ്റ്റി, വണ്ടിയിലിടാ. നമുക്ക് മാത്തച്ഛനും വീട് എടുത്തോട്ട് പോവാം. വല്ലതും നടക്കുമെന്ന് ഒന്ന് അറിയണമല്ലോ. കുഞ്ഞുട്ടിച്ചാൻ എന്നാത്താന്ന് വിഷമിക്കുന്നേ? നമ്മുടെ ചെറുക്കനെ തട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞ് വെള്ളിനും വീട്ടുകാരുടെയും പേരിൽ ഒരു കംപ്ലൈൻറ്റ് അങ്ങോട്ട് ഫയൽ ചെയ്തേക്ക്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. നീ നമുക്ക് പോലീസിനെ വെച്ചൊരു കളിയും കളിക്കാം. ഒന്നുമല്ലെങ്കിൽ ഇത് നമ്മുടെ സഭയുടെ അഭിമാനത്തിന്റെ ഒരു പ്രശ്നമല്ലയോ? അല്ല, എവര് നാട്ടിലേക്ക് കടന്നേക്കാൻ ഇടയുണ്ടെന്നുള്ളതാ ഞങ്ങളുടെ ബലമായ സംശയം. എന്നാ പിന്നെ നാട്ടിലും കൊടുത്ത ഒരു കംപ്ലൈന്റ്. മാത്തച്ഛൻ ഗൗരവമായിട്ട് തന്നെ ആണോ ഇതൊക്കെ പറയുന്നത്? കുഞ്ഞുട്ടിച്ചാൻ എന്നതാ അതിൽ ഇനി സംശയം? നിങ്ങൾ ധൈര്യമായിട്ട് അങ്ങോട്ട് പൊക്കോ. ഇതിനൊക്കെ അല്ലയോ MP എന്ന് പറഞ്ഞ് ഞാനിവിടെ ഒന്ന് കിടക്കുന്നേ. ജനസേവനം അല്ലയോ എൻ്റെ ജീവിത ലക്ഷ്യം. ഇവര് നാട്ടിലെത്തിയ വിവരം പറഞ്ഞ് സാംകുട്ടിയുടെ അപ്പൻ പെണ്ണിന്റെ വീട്ടുകാരുടെ പേരിൽ ഒരു ക്രിമിനൽ കേസും ഫയൽ ചെയ്തേച്ച് ഡൽഹിയിൽ നിന്നൊക്കെ വിളിച്ചു പറയിപ്പിച്ച് ഇവിടുത്തെ പോലീസുകാരെ എവരുടെ പുറകെ ഇളക്കി വിട്ടിരിക്കുക. എന്നിട്ട് എന്നതാ, ഞാൻ വെളുപ്പിന് പട്ടി കുരയ്ക്കുന്ന കേട്ട് വരാന്തയിൽ ഇറങ്ങി നോക്കുമ്പോൾ പെണ്ണും ചെറുക്കനും എൻ്റെ മുറ്റത്ത് നിപ്പുണ്ട്. നിങ്ങൾ നേരെ പാലായി ചെന്ന് സണ്ണി വക്കീലിനെ കണ്ടാൽ മതി, എല്ലാം ചെയ്തു തരും എന്നാ യോഹന്നാൻ സാർ ഫോണിൽ കൂടി ചെറുക്കനോട് പറഞ്ഞിരിക്കുന്നത്. എന്നാലും എന്നായൊക്കെ പറഞ്ഞാലും റൂഹാദ കുതിശ തമ്പുരാൻ അറിവ് കൊടുത്തൊരു ചെറുക്കൻ ഒരു പെണ്ണിനെയും കൊണ്ട് അത് ഒറ്റയ്ക്ക്. എടാ ജോയി, ഇത്രയൊക്കെ ആക്കിയിട്ട് നീയും കൂടെ കൈയൊഴിഞ്ഞ പിന്നെ അവരെയും കൊണ്ട് ഞാനിനി എന്നാ ചെയ്യും? എനിക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ആകാനുള്ള ഫയല് ആ യോഹന്നാൻ സാറിന്റെ മേശപ്പുറത്ത് കിടക്കുകയും ചെയ്യുക. നീ വിഷമിക്കാതെ സണ്ണി, നിനക്ക് ഞാനുണ്ടാ. ഇതിപ്പോൾ ഈ പിള്ളേർ തലയും മാലും ഇല്ലാതെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടായി രാത്രി തന്നെ നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയത്. ഇപ്പം കാര്യങ്ങളൊക്കെ ഏതാണ്ട് മൊത്തമായിട്ട് എനിക്ക് തിരിഞ്ഞു കിട്ടി. ഇനിയിപ്പം വരുന്നിടത്ത് വെച്ച് കാണാം, നമുക്ക് നോക്കാം. നേരെ ഏതാണ്ട് പുലരാറായി, നീ വേഗം വിട്ടോ. അല്ലെങ്കിൽ കൊച്ചിറാണി എഴുന്നേറ്റ് ഇപ്പം നിന്നെത്രയ്ക്ക് ഇറങ്ങിക്കളയും. ചെല്ല്. നീയാണടാ യഥാർത്ഥ ഫ്രണ്ട്.